ഇറാനെ വീണ്ടും ആക്രമിച്ച് സംഘർഷം രൂക്ഷമാക്കരുതെന്ന് ഇസ്രായേലിനോട് പാശ്ചാത്യ രാജ്യങ്ങൾ. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഇസ്രായേൽ യുദ്ധ ക്യാബിനറ്റ് ഇന്നും യോഗം ചേരുന്നുണ്ട്. സംഘർഷം അതിരുവിടാതിരിക്കാൻ നടപടികൾ സജീവമാക്കുകയാണ് ലോകരാജ്യങ്ങൾ. ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും അടക്കമുള്ള ലോകരാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ഇസ്രായേൽ തിരിച്ചടിക്കാൻ ഒരുങ്ങിയാൽ കൂടെയുണ്ടാകില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകത്തിന് ഇനിയുമൊരു യുദ്ധം കൂടി താങ്ങാൻ കഴിയില്ലെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസും വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കേണ്ട സമയമാണിതെന്നും ഗുട്ടറസ് പറഞ്ഞു. പ്രശ്നം ചർച്ച ചെയ്യാൻ ചേർന്ന ഐക്യരാഷ്ട്രസഭയുടെ അടിയന്തര യോഗത്തിലും ഇരു രാജ്യങ്ങളും പരസ്പരം ആരോപണം ഉന്നയിച്ചു. ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് ഇസ്രായേലും ഇസ്രായേലിനുമേൽ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് ഇറാനും ആവശ്യപ്പെട്ടു. മേഖലയിൽ സമാധാനം ഏർപ്പെടുത്തുന്നതിൽ ഐക്യരാഷ്ട്രസഭ പരാജയപ്പെട്ടെന്നും മറ്റൊരു വഴിയുമില്ലാതെയാണ് തങ്ങൾ ആക്രമണത്തിനൊരുങ്ങിയതെന്നും ഇറാൻ പ്രതിനിധി വ്യക്തമാക്കി. ഇറാന്റെ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാത്തതിനാൽ ഇസ്രായേൽ ഉടൻ പ്രത്യാക്രമണത്തിന് മുതിരില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഉചിതമായ സമയത്ത് തക്ക മറുപടി നൽകുമെന്നായിരുന്നു ഇത് സംബന്ധിച്ച ഇസ്രായേലിന്റെ പ്രതികരണം. എന്നാൽ ഞായറാഴ്ച ചേർന്ന ഇസ്രായേലിന്റെ യുദ്ധ ക്യാബിനറ്റിൽ ഇറാന് കനത്ത തിരിച്ചടി നൽകണമെന്ന വാദം ഉയർന്നെന്നാണ് റിപ്പോർട്ട്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ യുദ്ധ ക്യാബിനറ്റ് വീണ്ടും ചേരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV.